സ്തോത്രം. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 104 സങ്കീർത്തനം 24 മുതലുള്ള ചില തിരുവചനങ്ങൾ. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു! ജ്ഞാനത്തോടെ നീ അവയെ ഒക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രം അതാ കിടക്കുന്നു. അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലുതുമായ അസംഖ്യ ജന്തുക്കൾ ഉണ്ട്. അതിൽ കപ്പലുകൾ ഓടുന്നു. അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യാഥാൻ ഉണ്ട്. തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവ ഒക്കെയും നിന്നെ കാത്തിരിക്കുന്നു. നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു. തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു. നീ അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്ത് പൊടിയിലേക്ക് തിരികെ ചേരുന്നു. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. യഹോവയുടെ മഹത്വം എന്നേക്കും നിലനിൽക്കുമാറാകട്ടെ. യഹോവ തൻ്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കട്ടെ. അവൻ ഭൂമിയെ നോക്കുന്നു, അത് വിറയ്ക്കുന്നു. അവൻ മലകളെ തൊടുന്നു, അവ പുകയുന്നു. എൻ്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും. ഞാൻ ഉള്ളേടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തന പാടും. എൻ്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ. ഞാൻ യഹോവയിൽ സന്തോഷിക്കും. പാപികൾ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകട്ടെ, ദുഷ്ടന്മാർ ഇല്ലാതെയാകട്ടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, യഹോവയെ സ്തുതിപ്പിൻ. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരു പ്രഭാതം കൂടെ കാണുവാൻ ആയുസിൻ്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രികാലം സുഖകരമായ ഉറക്കം തന്നതിനായ സ്തോത്രം. ഈ പകൽക്കാലം ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറയുന്ന നല്ല മനസ്സോടെ ദൈവത്തിനെ സന്തോഷത്തോടെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ദൈവം ഇഷ്ടം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിത്യജീവനായി ഒരുക്കണം. യേശു കർത്താവിൻ്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ആൾ. സ്തോത്രം.